ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മൊസറല്ല ചീസിൻ്റെ വീഡിയോ ആണ്. നമുക്ക് എളുപ്പത്തിൽ നമ്മളെ പുരയിൽ എപ്പോഴുള്ള രണ്ട് സാധനം വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ബ്രെഡിൽ എന്തെങ്കിലും തേച്ചിട്ടെല്ലാം തിന്നുകയും ചെയ്യാം. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് സാധനം മതി, പാലും വിനാഗിരിയും മാത്രം. അപ്പോൾ ഞാനിവിടെ 750 ml പാലെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു പാത്രം വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഏത് പാത്രത്തിലാക്കുന്ന ആ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തീ ചെറുങ്ങനെ ഇട്ട് കൊടുക്കുക. നല്ലോണം തിളയ്ക്കാൻ ചൂടായൊന്നും വേണ്ട. നമ്മൾ വിരലൊന്നും മുക്കി വെക്കുമ്പോൾ നമുക്കതൊന്ന് പൊള്ളാൻ പാകത്തിനുള്ള ചൂടായാൽ മതി. എന്നിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടായിട്ട് ഒന്ന് കലക്കിയിട്ട് ഞാനൊരു 5 മിനിറ്റോളം തീ ഓഫ് ആക്കിയിട്ട് അതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ അത് സോഫ്റ്റ് ചീസിൻ്റെ ഇതായിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ കുറച്ച് അധികം ചൂട് എന്തെങ്കിലും കൂടെങ്കിൽ അത് പനീറായി പോകും, പിന്നെ അത് ചീസാക്കാൻ പറ്റിയില്ല. അങ്ങനെ അത് പിരിഞ്ഞു വന്നതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഒരു അരിപ്പയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളവും ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തട്ടി കളയുക. തുണിയിൽ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കുക. ഇതാകുമ്പോൾ എളുപ്പമുണ്ട്. ഇപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ഇതിങ്ങനെ ആക്കിയതിന് ശേഷം വെള്ളം ഊറ്റിയതിന് ശേഷം ഇതിനൊന്ന് മാറ്റി വെച്ചിട്ട് ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, അത് എന്തായാലും കളയണ്ട. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ടായിട്ട് അതിനെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ആ വെള്ളത്തിനെ ചൂടാക്കിയെടുക്കുന്ന പറയുമ്പം തീരെ ചൂട് കുറഞ്ഞിട്ടുമല്ലോ, തീരെ ഭയങ്കര ചൂടല്ലോ. നമ്മൾ കൈ ഇട്ടിട്ട് നമുക്ക് ഇത് ചീസിനെ എടുത്തിട്ട് അതിലേക്ക് ഒരു 3-4-5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ മറിച്ചും തിരിച്ചും ഇട്ടിട്ട് കൈയോട് ഇങ്ങനെ വെള്ളം ഊറ്റി കളയണം. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പം ഒരു പാകത്തിനുള്ള ചൂട് ഉണ്ടായിരിക്കണം. ചൂടാറിയെങ്കിൽ പിന്നെ ഒന്നും കൂടെ ചൂടാക്കിയിട്ടായിട്ട് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഒരു 5 മിനിറ്റെങ്കിലും ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ഇതിൻ്റെ വെള്ളം ഇങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കണം. എന്നിട്ട് പിന്നെ ഐസ് കട്ടയും തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കും. ഇപ്പം ഐസ് കട്ടയില്ല, വെറും തണുപ്പ് വെള്ളം മാത്രമേ ഉണ്ടായിട്ടു. എന്നിട്ട് ലാസ്റ്റ് അതിലേക്കൊന്ന് മുക്കിയിട്ട് അതിൻ്റെ വെള്ളം നല്ലോണം പിഴിഞ്ഞളഞ്ഞിട്ട് ഒരു ക്ലിയർ റാപ്പിൽ വെച്ചിട്ട് അത് ചുറ്റിയിട്ട് ഫ്രീസറിൽ വെച്ച് കൊടുക്കുക. ഞാൻ ഫ്രീസറിൽ 2 മണിക്കൂറാന്ന് വെച്ചാൽ അപ്പോൾ അതിൽ കൂടുതൽ വെക്കുന്നെങ്കിൽ അതൊന്നും കൂടി സെറ്റായി കിട്ടും. അപ്പോൾ ഞാൻ 2 മണിക്കൂറേ വെച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ ഒരു ചീകിയിട്ടായിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഒരു ബ്രെഡ് ചട്ടിയിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഈ ചീസിനെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബ്രെഡും കൂടെ വെക്കുന്നുണ്ട്. തീ കുറച്ചിട്ട് വെക്കണം, അല്ലെങ്കിൽ ബ്രെഡ് നല്ലോണം കരിഞ്ഞു പോകും. അങ്ങനെ അപ്പുറം ഇപ്പുറത്ത് മറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതാ ബ്രെഡിൽ സാധനം ചീസ് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വലിയെന്ന് കാണിച്ചു തരാം. അപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, നല്ല ബ്രെഡിലെല്ലാം തേച്ചിട്ടുണ്ടാക്കാനും ടേസ്റ്റും ഉണ്ട്. നല്ല പിസ്സ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിലെല്ലാം നമുക്ക് പുരയിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. നല്ല കെമിക്കലൊന്നും ഇല്ലാതെ പുറത്തുനിന്നൊന്നും അങ്ങനത്തെയൊന്നും കിട്ടാതെ നമുക്ക് പുരയിൽ തന്നെ 2 സാധനം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ ഉണ്ടാക്കി നല്ലോണം വെലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. പിന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.